VM സാദിഖലിയാണ്. ബന്ദിപ്പൂർ കാടുകൾ, ബന്ദിപ്പൂർ ടൈഗർ റിസർവ് എല്ലാ സമയത്തും എനിക്ക് അത്ഭുതങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള കാടാണ്. ഞാൻ അത്തരത്തിലുള്ളൊരു കഥ പറയാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ മുൻപിൽ വന്നിട്ടുള്ളത്. ഒരു ദിവസം അതിരാവിലെ ഞാൻ എൻ്റെ ഫാഷൻ പ്രോ ബൈക്ക് എടുത്തിട്ട് കാട് കാണാനുള്ള മോഹത്തിൽ, അനിമൽസിനെ കാണാനുള്ള മോഹത്തിൽ നിലമ്പൂരിൽ നിന്നും നാട് കാണിച്ചുരം വഴി തുറപ്പള്ളിയിൽ 6 മണിക്കാണ് ഗേറ്റ് ഓപ്പൺ ചെയ്യുന്നത് രാവിലെ. ആ സമയത്ത് ഞാൻ അവിടെ വെയിറ്റ് ചെയ്ത് ആദ്യ ബൈക്ക് എൻ്റെ പോവാണ്. അതിൽ ധാരാളം ഹമ്പുകളുണ്ട്, ഏകദേശം 70-ലധികം ഹമ്പുകളുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ ഹമ്പൊക്കെ ചാടിയിട്ട് ബന്ദിപ്പൂർ ടൈഗർ റിസർവിലെത്തി. ആ സമയത്ത് എല്ലാ വാഹനങ്ങളും സഫാരിക്ക് വേണ്ടിയിട്ട് റെഡിയായിട്ട് പോയിട്ടുണ്ട്. അവസാനത്തെ ഒറ്റ വണ്ടിയേ ഉണ്ടായിരുന്നുള്ളൂ, ഒരു ക്യാമ്പർ. ആ ക്യാമ്പറിൽ കയറി ഞാൻ. അതിൽ ബാംഗ്ലൂരിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും പിന്നെ കർണാടകയിൽ നിന്നുള്ള വിവിധ സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഉള്ള ആളുകളുണ്ട്. അവരുടെ ഭാഷ ഒന്നും എനിക്ക് മനസ്സിലാകുന്നില്ല. എനിക്കറിയുന്നത് കുറച്ച് തമിഴാണ്. എന്നാലും ഞാൻ അവിടെ പിടിച്ചിരുന്ന് അവരോട് സംസാരിച്ചു. ആ ഒരു ക്യാമ്പറിൽ ഞാനും കൂടെ കയറി കാട്ടിലേക്ക് ആദ്യത്തെ സഫാരി പോവാണ്. സഫാരി പോകുന്ന സമയത്ത് നമ്മൾ പോകുന്ന സ്ഥലത്ത് ആനയുണ്ട്. ആനയൊക്കെ ഫോട്ടോ എടുത്തു. കാട്ടിയുണ്ട്. വിവിധ രൂപത്തിലുള്ള ഫോഴ്സുകളായിട്ട് എനിക്ക് ഫോട്ടോ എടുത്ത് എൻ്റെ ക്യാമറക്ക് മുമ്പിൽ തന്നു. നിക്കോണിൻ്റെ D3100 എന്ന് പറയുന്ന ക്യാമറയിലാണ് ഞാൻ അതൊക്കെ ഫോട്ടോ എടുക്കുന്നത്. അത് നിക്കോണിൻ്റെ ബേസിക് ക്യാമറയാണ്. പിന്നെ 55-300 ലെൻസും ഉപയോഗിച്ചിട്ടാണ് ഫോട്ടോ എടുക്കുന്നത്. പിന്നെ പുള്ളിമാനുകളെ കാണുന്നുണ്ട്, മുലയൂട്ടുന്ന പുള്ളിമാനുകളൊക്കെ കാണുന്നുണ്ട്. ഇങ്ങനെയൊക്കെ കണ്ട് മുന്നോട്ടിങ്ങനെ പോകുന്ന സമയത്താണ് എന്നോട് ഡ്രൈവർ പറയുന്നത്, എന്നോട് എന്ന് മാത്രമല്ല ആ വണ്ടിയുള്ള എല്ലാവരോടും ഡ്രൈവർ പറയുന്നത്, നമുക്കൊരു നല്ലൊരു ഫോട്ടോ, നല്ലൊരു പിക്ചർ കിട്ടാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട്, ഒരു പുലിയാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ ആ പുലി ഇങ്ങനെ ഭംഗിയിൽ ഇങ്ങനെ വരികയാണ്. ഒരു ചെറിയൊരു ഇതിൻ്റെ കുന്നിൻ്റെ മുകളിൽ ഇരുന്നിട്ട് ഇങ്ങനെ വരികയാണ്. വരുന്ന സമയത്ത് പുലി ഒരാളിങ്ങനെ നിന്ന് നോക്കുന്നത് പോലെ ഇങ്ങനെ നിൽക്കുകയാണ്. ആ സമയത്ത് ഞാൻ എൻ്റെ ക്യാമറ എല്ലാം സെറ്റ് ചെയ്ത് ഷട്ടർ സ്പീഡും അപ്പാർച്ചറും IS ഒക്കെ സെറ്റ് ചെയ്ത് പെട്ടെന്ന് എല്ലാവരും വണ്ടിയുടെ മുകളിൽ നിന്ന് ഫോട്ടോ എടുത്ത സമയത്ത് ഞാൻ ടയറിനോട് ചാരിരുന്ന് ഐ ടു ഐ ലെവലിൽ ചിത്രം എടുത്തു. ആ ചിത്രമാണ് എനിക്ക് BBC വൈൽഡ് ലൈഫ് മാഗസിനിൽ 2012 ഒക്ടോബറിൽ എനിക്ക് ലോകത്തിലെ ഏറ്റവും നല്ല 2ാമത്തെ ചിത്രമായിട്ട് അവർ തിരഞ്ഞെടുത്ത്. അതൊരു മന്ത്ലി കോൺടെസ്റ്റ് ആയിരുന്നു. എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. ഞാൻ ഈ ഫോട്ടോ അവരുടെ വെബ്സൈറ്റൊക്കെ നോക്കിയിട്ടാണ് അയച്ചു കൊടുത്തത്. എൻ്റെ ജീവിതത്തിലൊരു അഭിമാനമായിട്ടുള്ളൊരു നിമിഷമായിരുന്നു അത്. ഇത്തരത്തിലുള്ള ധാരാളം കാഴ്ചകളുള്ള ഒരു കാടാണ് ബന്ദിപ്പൂർ ടൈഗർ റിസർവ്.